പോകാൻ പറ്റില്ല. അത് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി ഗൈസ്. ഒരു സ്നാപ്ഡ്രാഗൺ 888 അത് കൊടുക്കാമായിരുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിക്കാത്തൊന്നുമില്ലല്ലേ, സാംസങ് ഗാലക്സി S21 FE. നമ്മുടെ എക്സിനോസ് അല്ല, അതിശക്തമായിട്ടുള്ള എക്സിനോസ് അല്ല ഗൈസ്. ഇത് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 888 പ്രൊസസ്സർ വരുന്ന സാംസങ് ഗാലക്സി FE ആണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസും ബാക്കി ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സ്നാപ്ഡ്രാഗൺ ആണോ എന്ന് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോണൊന്ന് എടുക്കുക. ഡിസ്പ്ലേ ഉണ്ടല്ലോ മാൻ, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. പച്ച വെയിലിങ്ങനെ അടിക്കുന്ന സമയത്തും എറിച്ച് നിൽക്കുന്നുണ്ടല്ലോ, ഇതാണ് ഗൈസ് ഇതിൻ്റെ ആ ഒരു പൊളി സാധനം എന്ന് പറയണത്. നമുക്ക് സൂപ്പർ ആമോലെഡിനെക്കാട്ടിലും പൊളിയാണ് ഡൈനാമിക് ആമോലെഡ്. കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൂടി നിൽക്കും, അതുപോലെ തന്നെ കുറച്ച് കളറൊക്കെ നമുക്ക് പക്കയായിട്ട് കിട്ടും, മനസ്സിലായി. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇവിടുത്തെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പക്ക ബ്ലാക്ക് അല്ല, ഇതൊരു ബ്ലൂ ടോണാണ് ഇവിടെ പറഞ്ഞത്, മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് അറിയാൻ പറ്റും. സൂപ്പർ ആമോലെഡ് ആണെങ്കിൽ ഇതൊക്കെ ഒരു ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നും. അതാണ് അതിൻ്റെ ഒരു സൂപ്പർ ആമോലെഡും ഡൈനാമിക് ആമോലെഡും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്. കുറച്ചുകൂടെ കളേഴ്സ് പിടിക്കും. CPU Z എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് ഫോണിനെ പറ്റിയുള്ള എല്ലാം അറിയാൻ പറ്റും. കോഡ്കോം സ്നാപ്ഡ്രാഗൺ 888, ദ പവർഫുൾ 888 പ്രൊസസ്സർ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിവൈസ് നോക്കുമ്പം SM8350 5nm പ്രൊസസ്സറാണ്. അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് വരും. അപ്പോൾ നമുക്ക് നേരെ ക്യാമറ ഡീറ്റെയിൽസിലോട്ട് പോകാം അല്ലേ. ഇപ്പോൾ പിന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപയ്ക്ക് വരും, 31,000 രൂപയ്ക്ക് വരും. അപ്പോൾ നിങ്ങളെല്ലാം നോക്കി തന്നെ എടുക്കണം. 30,000 രൂപയ്ക്ക് ചിലപ്പോഴൊക്കെ വന്ന് കിടക്കുന്നത് എക്സിനോസിൻ്റെ പ്രൊസസ്സറായിരിക്കും. അപ്പോൾ എക്സിനോസിൻ്റെ പ്രൊസസ്സർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ഫീൽ ചെയ്യും. അത് അത്ര സുഖമല്ലടേ, ഒരു റഫ്യൂസിന് അത്ര സുഖമല്ല. അപ്പോൾ സ്നാപ്ഡ്രാഗൺ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അത് 31 രൂപയാണ് 128 കാണിക്കുന്നത്. 256 എടുക്കാൻ ശ്രമിക്കുക. അതൊരു 34 രൂപയാണ് കാണിക്കുന്നത്. 34 രൂപയ്ക്ക് അത് വലിയ ഇതില്ല. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഈ ഡിസ്പ്ലേയുടെ സത്യം പറഞ്ഞാൽ മുട്ടായി പോലെ ഇരിക്കണല്ലേ, കടിച്ച് തിന്നാതോ ഒരു ഇതാണ് ഗൈസ് എനിക്ക് സാംസങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞത് ഇത് തന്നെ, ഡിസ്പ്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ Android 13 ആണ് കിടക്കുന്നത്. One UI 5.1 ആണ്. നിങ്ങൾക്ക് One UI 5.1 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുറച്ച് ഡ്രോബാക്ക് കാര്യങ്ങളും ഉണ്ട്. One UI 6-നകത്ത് അത് കുറേ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് അപ്ഡേറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. One UI 6 ആകുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന ഈ ഒരു ഷട്ടർ ലാഗ് ഉണ്ടല്ലോ, ഈ ക്യാമറയൊക്കെ ഓപ്പൺ ആക്കി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വരുമ്പോൾ ഈ ഒരു ഷട്ടർ ലാഗ് കാര്യങ്ങളൊക്കെ One UI 6-ൽ മാറുന്നുണ്ട്. One UI 5.1 വരെയുള്ളിൽ ഭയങ്കര ഷട്ടർ ലാഗാണ്. നമ്മൾ ഷട്ടർ ലാഗിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് എന്തിനാണ് നിനക്ക് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് അതല്ല ഗൈസ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എവിടെ പോകാം, സെറ്റിങ്സിൽ പോകാൻ നോക്കാമേ. ക്യാമറ സെറ്റിങ്സ് എടുക്കുക. ബ്രസ്റ്റ് മോഡിന് വേണ്ടിയിട്ട് സ്വൈപ്പ് ഷട്ടർ ബട്ടൺ അത് ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാൻ പറ്റും. ബ്രസ്റ്റ് മോഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ദെൻ വാട്ടർ മാർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. വാട്ടർ മാർക്ക് എന്ന് പറഞ്ഞാൽ പല രീതിക്ക് ഉപയോഗപ്പെടും. നമുക്ക് ഈ ഇൻഷുറൻസ് സെഗ്മെൻറ്റ് അങ്ങോട്ടൊക്കെ ഫോട്ടോ ഒക്കെ അയക്കുന്ന സമയത്ത് വാട്ടർ മാർക്കൊക്കെ വെച്ച് അവർ ചിലപ്പോൾ അയക്കാൻ ചോദിക്കും. അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ഉപയോഗം പറഞ്ഞ സാധനമാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ചാർജ് തീർന്ന് ഓഫായിരുന്ന സാധനമാണ്. അങ്ങനെ ഇവിടെ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസ് സ്റ്റേഷനകത്ത് നിന്നാണ് ഞാനിത് ചാർജ് ചെയ്തത്. അവിടെ ഒരു ചാർജർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചാർജ് ചെയ്തിട്ടാണ് 15% ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ വന്നത്. ഞാനത് ഓർത്തില്ല ഗൈസ്, ഞാൻ ബ്രിക്ക് എടുക്കാൻ വിട്ടുപോയി. വീഡിയോ സ്റ്റെബിലൈസേഷൻ അത് ഓണാക്കിയിട്ടിരുന്നാൽ നമ്മൾ മറ്റേ കുലുക്കൊന്നും നടക്കില്ല, മര്യാദയ്ക്കുള്ള കുലുക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. അത് കഴിഞ്ഞ് അഡ്വാൻസ് വീഡിയോ ഓപ്ഷൻ എടുത്താൽ HDR10+ വ്യൂ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് HDR10+ സപ്പോർട്ട് ചെയ്യും. ദാറ്റ്സ് പൊളി ഫോർ 30K ബഡ്ജറ്റ് ഫോൺ. അത് നമുക്ക് ഓഫ് ചെയ്ത് തന്നെ ഇട്ടാക്കിയാൽ അതിൻ്റെ ആവശ്യമില്ല. ഓട്ടോ HDR ഓണാക്കി ഇട്ടാക്കിയാൽ ട്രാക്ക് ഓട്ടോ ഫോക്കസ്, ഗ്രിഡ് ലൈൻ നമുക്ക് വേണമെങ്കിൽ ഇടാം, ലൊക്കേഷൻ ടാഗ് വേണമെങ്കിൽ ഓണാക്കി ഇടാം. ഷൂട്ടിംഗ് മെത്തേഡ് നമുക്ക് വോയിസ് കമാൻഡിൽ നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഷട്ടർ ഫ്ലോട്ടിംഗ് ഷട്ടർ നമുക്ക് എവിടെ വേണോ കൊണ്ടിടാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ പ്രിവസി പോളിസിയും അതുപോലെ തന്നെ പെർമിഷൻസ് കാര്യങ്ങൾ, റീസെറ്റ് സെറ്റിങ്സ്, എബൌട്ട് ക്യാമറ, അതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഏറ്റവും ആദ്യം പോർട്രേറ്റ് ആണ് കിടക്കുന്നത്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും ഇതിൻ്റെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹൈ ആണ്. അതായത് നമ്മൾ ഐഫോണിൽ ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് വിവിഡ് ആക്കുന്നത് എന്തിനാണ്, ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ഉണ്ട്. കുറച്ച് കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസ് കാണാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം കുറച്ച് ഇത്തിരി കാണാനൊക്കെ മെനയായിട്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമോടെ. അപ്പോൾ അത് ഓൾറെഡി തന്നെ ഈ സാധനത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ 1x ഉണ്ട്, 3x ഉണ്ട്. നമുക്ക് പോർട്രേറ്റ് ജസ്റ്റ് നമ്മുടെ ഷെഫ് അലൻ ഇവിടെ നിൽപ്പുണ്ട്. ജസ്റ്റ് പോർട്രേറ്റ് 1x നമുക്ക് റെഡി കാണിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ 3x അതുപോലെ തന്നെ ജസ്റ്റ് ഇന്ന് ബാക്ക് വലിച്ചിട്ട് റെഡി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാം. റോ ആണ് കേട്ടോ, നമ്മളൊന്നും മാറ്റിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് 3x ഫോട്ടോ.
നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. ഇതാണ് 1x പോർട്രേറ്റ്. പക്ഷേ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റെഡൊക്കെ നിൽക്കണ നോക്കിയാണ്, ഈ ബാഗിൻ്റെ റെഡൊക്കെ കണ്ട. പക്ഷെ എൻ്റെ മോനെ കിട്ടില്ല. വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇപ്പം നമുക്ക് അവിടെ നിൽക്കണേക്ക് എടുക്കുകയാണെന്ന് വെച്ചാലും ഇതാ റെഡി കാണിക്കുന്നുണ്ട്, ഇതായില്ല ഗെറ്റ് ക്ലോസർ കാണിക്കുന്നുണ്ട്. 3x പറ്റത്തില്ല. സൂമ് കാര്യങ്ങളൊന്നുമില്ല പോർട്രേറ്റിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ പോർട്രേറ്റ് ഐഫോണിൻ്റെ പോർട്രേറ്റാണ് കുറച്ചുകൂടെ ആക്യുറസിയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിടിക്കണത്. എനിക്കിഷ്ടപ്പെട്ടത് അത് തന്നെയാണ്. പറയേണ്ടത് പറയണമല്ലോ. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഫോട്ടോസാണ്. ഫോട്ടോസിലെന്ന് പറയുമ്പം അൾട്രാ വൈഡ് 1x 3x. ഇതിൻ്റെ കോൺട്രാസ്റ്റ് നിങ്ങൾ നോക്കിയാണ്. ഇപ്പോൾ നിങ്ങൾ പുറമേ കാണുന്ന ഐഫോണിൻ്റെതും ഈ ഫോണിൽ കൂടെ കാണുന്നത് നോക്കി, അതാണ് ഇതിൻ്റെ ആ വ്യത്യാസം പറഞ്ഞത്. ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് അൾട്രാ വൈഡിൽ 3:4 ആണ് കേട്ടോ. നമുക്ക് അതിനെ മാറ്റിയിട്ട് 9:16 എടുക്കാം. അൾട്രാ വൈഡിൽ ഇതാ ഒരു ഫോട്ടോ എടുത്തു. അതിനെ തന്നെ 1x ഇതാ ഒരു ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ 3x അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്തു. ഈ 1UI 5.1-ൻ്റെയാണ് ആ ഒരു പിടുത്തം കേട്ടോ. ഇനി നമുക്ക് സൂം ചെയ്ത് നോക്കാം എത്ര 30x സൂം പോവും. നമുക്ക് ആളുടെ ഫേസ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അവിടെ ഒരു പ്രതിമയുണ്ട്, ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു, ഫോട്ടോ എടുത്തു. അപ്പം നമുക്ക് 30x ഒന്നും കൂടെ എടുക്കാം. അവിടെ ഒരു കൊക്ക് മുകളിൽ നിൽപ്പുണ്ട്, ആ കൊക്കിനെയും കൂടെ എടുക്കാം. ദാ ഇവിടെ 10x, അതുപോലെ തന്നെ 20x 30x. ഇതാണ് 30x എടുത്ത ആ ഒരു ഫോട്ടോ. വലിയ മെനയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആസ്പെക്ട് റേഷ്യോ 3:4 ഉണ്ട്, 9:16 ഉണ്ട്, 1:1 ഉണ്ട്, ഫുള്ളുണ്ട്. ഇത് കഴിഞ്ഞ് വീഡിയോസാണ് ഗൈസ്. വീഡിയോസിൽ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. HD 30, ഫുൾ HD 30, ഫുൾ HD 60, അടുത്ത് 4K 30, 4K 60. വേറെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതാണ് സ്റ്റെബിലിറ്റി മോഡ്, സൂപ്പർ സ്റ്റഡി മോഡ്, ആക്ഷൻ മോഡ് പോലെ. ഫസ്റ്റ് നമുക്ക് HD 30 വീഡിയോ എടുക്കാം. HD 30 അൾട്രാ വൈഡിൽ നമ്മൾ ചെയ്യണേ. ഇതാണ് HD 30 അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്യണത്. സ്റ്റോപ്പ് ചെയ്തു. അടുത്ത് 1x നമ്മൾ 30 1x റെക്കോർഡ് ചെയ്യണം ഗൈസ്. ഇതാണ് 1x റെക്കോർഡ് ചെയ്യണ വീഡിയോ. അത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് 3x. ഇതാണ് ഗൈസ് 3x നമ്മളിതാ റെക്കോർഡ് ചെയ്യാണ്. സ്റ്റെബിലൈസേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്കകത്തുള്ള സ്റ്റെബിലൈസേഷൻ ഓണാക്കിയിട്ടൊക്കെയാണ് 3x റെക്കോർഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ 3x ഇങ്ങനെ റെക്കോർഡ് നടന്ന് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ചെന്ന് നിന്നിട്ട് വേണം എടുക്കാനുള്ളത്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. ഇതാ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെയാണ് 3x എടുക്കാനുള്ളത്. കണ്ട, ഇതാ ഒരാൾ എന്തോ പറിക്കാൻ നിൽക്കുകയാണ് ഗൈസ്. അതാണ് ഇത്. സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ഫുൾ HD 60, ഫുൾ HD 60 പോവാം. മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ഫുൾ HD 60 അൾട്രാ വൈഡ് ഇല്ല ഗൈസ്. നമുക്കിതാ 1x റെക്കോർഡ് ചെയ്യാൻ പറ്റും. 1x ടാപ്പ് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാമറ ഒന്നും സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്ത് പോകണം. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 4K 60 ഇടാം. 4K 60 ഇട്ടിട്ടുണ്ട്. 4K 60 അൾട്രാ വൈഡ് 2x 3x അങ്ങനെയൊന്നുമില്ല. ദർ ഇസ് ഓൺലി 1x. നമുക്ക് അതിൽ 4K 60 റെക്കോർഡ് ചെയ്യാം. 16:9 ആണ് ആസ്പെക്ട് റേഷ്യോ ഇപ്പം കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് S21 FE നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന 4K 1x ആണ് ഗൈസ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K 60 1x ആണ്, S21 FE. ഓക്കെ, ഇതിൽ കൂടെ നമുക്ക് സ്വിച്ചിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. 4K 60 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൂമിങ് 1 നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ക്യാമറ സ്വിച്ചിങ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് സാംസങ് ഞാൻ പൊതുവേ ചൂസ് ചെയ്യാത്തത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ അപ്ഡേഷനുള്ള സമയത്തും ഇതായിരുന്നു പ്രശ്നം. അത് കഴിഞ്ഞ് മോറിൽ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് പ്രോ മോഡിൽ ഫോട്ടോ എടുക്കാം, പ്രോ മോഡിൽ വീഡിയോ എടുക്കാം, സിംഗിൾ ടേക്ക് ഉണ്ട്, നൈറ്റ് മോഡുണ്ട്, ഫുഡ്, പാനോരമ, സൂപ്പർ സ്ലോമോ, സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, പോർട്രേറ്റ് വീഡിയോ, ഡുവൽ റെക്കോർഡിങ്. ഈ ഡുവൽ റെക്കോർഡിങ് ഭയങ്കര അടിപൊളി സാധനമാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ വ്ളോഗ് ചെയ്യാം ഗൈസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാർ ഡാമിലാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന കുറച്ച് പ്രതിമകളാണ് ഗൈസ്. ഇത് റെക്കോർഡ് ചെയ്യുന്നത് S21 FE ഡുവൽ മോഡിലാണ് ഗൈസ്. ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് iPhone 14 Pro Max. ഇതെൻ്റെ ബോയ MM1 എന്ന് പറയുന്ന മൈക്കുമാണ്. ഇങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അത് ഒരു അടിപൊളി സാധനമാണ്. അത് അപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഡുവൽ മോഡിൻ്റെ ഉപയോഗം അത്രയേ ഉള്ളൂ. ദെൻ മോറിലെടുത്തതിന് ശേഷം പോർട്രേറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമാറ്റിക് മോഡ് പോലെ. സിനിമാറ്റിക് മോഡിലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ലോസ് സബ്ജക്റ്റിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം, ഒരു കൂട്ടം സബ്ജക്റ്റിനെ ഒരുമിച്ച് ഫോക്കസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഫോൺസിൻ്റെ 13 മുതലേ പറ്റും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ പോർട്രേറ്റ് വീഡിയോ ഒരു സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പോർട്രേറ്റ് വീഡിയോൻ്റെ ഒരു
ഇതെന്ന് പറഞ്ഞത് ഫൈൻഡ് എ ഫേസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഫേസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇപ്പോൾ ഈ പോർട്രേറ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഇത് പോർട്രേറ്റ് വീഡിയോ ഫേസ് ഡിറ്റക്റ്റ് ആയപ്പോൾ തന്നെ അത് സെറ്റായിട്ടുണ്ട്. അതങ്ങനെ നമുക്ക് പോവാം. ഇതാണ് പോർട്രേറ്റ് വീഡിയോ 1x. ഇതാണ് പോർട്രേറ്റ് വീഡിയോയിൽ 3x. ഫേസ് ഡിറ്റക്റ്റ് ചെയ്യണം നോക്കിയോ, കുഴപ്പമില്ല, ആക്യുറസി ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൽ ബാക്കി പ്രോഡക്റ്റ്സ് കാര്യങ്ങൾ ഇപ്പോൾ ഒന്നിലധികം സബ്ജക്റ്റ്സ് ഉണ്ടെങ്കിൽ അത് പോർട്രേറ്റിൽ പിടിക്കത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ചാർജ് ഇത്രയും നേരം 15 താന്ന് നേരെ 5% ഗൈസ്. ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിട്ടുണ്ട്. കൂട്ടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. കൂട്ടാൻ പറ്റും, പക്ഷേ ഇപ്പോൾ ഓഫാവും. അപ്പോൾ നമുക്ക് മോറിൽ പോയി കഴിഞ്ഞാൽ വേറെ ഹൈപ്പർ ലാപ്സ്, സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ അതേ ഉള്ളൂ. ആ ഒരു ഫ്രണ്ട് ക്യാമും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് ക്യാമിൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺട്രാസ്റ്റ് അത്രയും കൂടുതലായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഇത് വൈഡിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. 2 ഫോട്ടോയും നമുക്ക് നോക്കാം. ഫോട്ടോ അത്യാവശ്യമല്ല ഗായ്സ്, ഫോട്ടോ പൊളിയാണ് മോനെ. ഫോട്ടോ മോനെ അത് കിട്ടില്ല കേട്ടാ. ഫ്രണ്ട് ക്യാമ ഫോട്ടോ ഫോട്ടോ എടുത്ത് മിറർ കിടക്കണ്, അത് മാറ്റാം. അത് പ്രോസസ്സാവും. ഇപ്പം പ്രോസസ്സായി കിട്ടില്ലോ അല്ലേ. ഫ്രണ്ട് ക്യാമറ പൊളിയടായി, അതൊരു രക്ഷയില്ല, അത് സെറ്റ് കേട്ടാ. വീഡിയോ ഫ്രണ്ട് ക്യാമിൽ നമുക്ക് വ്ളോഗ് അടിച്ച് നോക്കാം. നമ്മൾ വീഡിയോയിൽ കൊടുക്കുമ്പോൾ HD 30, ഫുൾ HD 30, ഫുൾ HD 60, അൾട്രാ HD 30, അൾട്രാ HD 60. നമുക്ക് ആവശ്യമുള്ള 2 കാര്യം മാത്രം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫുൾ HD 60, അതായത് 1080p 60 നമുക്ക് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. ഒരു 4:50 5 മണി സമയമാണ്, ലൈറ്റ് നല്ല കുറവാണ്. ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ S8 റെക്കോർഡ് ചെയ്ത അതേ സ്ഥലത്ത് നിന്നാണ് 1080p 60 റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതാണ് ആ ഒരു ക്വാളിറ്റി. ഞാനിപ്പോൾ നോക്കുന്നത് ക്യാമറയിലാണ്, ഇപ്പം ഞാൻ നോക്കുന്നത് ഫേസിലാണ് എൻ്റെ. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ എന്താ മീൻപിടുത്തം നടന്ന എന്താ എല്ലാം അടിച്ച് കലക്കി ഇട്ടേക്കണല്ലേ. ഇതാണ് ഗൈസ് ഫ്രണ്ട് ക്യാമറ റെക്കോർഡിങ്. അതിനുശേഷം നമുക്ക് 4K 60 കൂടെ ഇടാൻ പറ്റും ഗൈസ്. ഇതാണ് 4K 60 ഫ്രണ്ട് ക്യാമിൽ റെക്കോർഡ് ചെയ്യണത്. ക്യാമറ നോക്കുന്നു, ഫേസിൽ നോക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ. ഫ്രെയിം റേറ്റ് നിങ്ങൾ നോക്കിക്കോ. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിന് നമുക്ക് 60 FPS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. കണ്ടോ, അതായത് ഇപ്പം 1080p 60 ആണെങ്കിൽ 1x റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 4K 60 ആണെങ്കിലും 1x റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൂം ഇൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ക്യാമറ ടാപ്പ് ചെയ്ത് സ്വിച്ച് ചെയ്ത് നമുക്ക് അൾട്രാ വൈഡ് 1x 2x പോകാൻ പറ്റില്ല. അത് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി ഗൈസ്. ഒരു സ്നാപ്ഡ്രാഗൺ 888 അത് കൊടുക്കാമായിരുന്നു. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഞാൻ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ 1x അൾട്രാ വൈഡിലാക്കും, 2x ആക്കും. ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് S21 FE 5G റെക്കോർഡ് ചെയ്ത ഒരു സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ. ഇത് S21 FE 5G റെക്കോർഡ് ചെയ്ത സ്ലോ മോഷൻ വീഡിയോ. ഇത്രയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഉള്ളത്. നമുക്ക് ഇന്നലെ 12 മിനി നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ, ആ 12 മിനിയിലെ സെയിം ഹീറ്റ് എനിക്ക് ഫീൽ ചെയ്യണുണ്ട്. പക്ഷേ S23 അൾട്രയിൽ നമുക്ക് ഇത്രയും നാൾ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും ഹീറ്റ് കുറവ് തോന്നിയത് S23 അൾട്രയാണ് ഗൈസ്. അപ്പോൾ 2024 നിങ്ങളിത് എന്താവശ്യത്തിന് എടുക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കാൻ 888 പൊളിയാണ്. പക്ഷേ വീഡിയോ പർപ്പസിന് വേണ്ടി ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ മനുഷ്യന്മാരെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ബട്ട് നിങ്ങൾക്ക് ബാക്കി പ്രോഡക്ട്സിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഐ വിൽ നോട്ട് സജസ്റ്റ് ദിസ്. കുറേയൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇനി 1UI 6 ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് സിറ്റുവേഷൻ എന്ന് അറിഞ്ഞുകൂടാ. ബട്ട് പോർട്രേറ്റ് വീഡിയോ ആണെങ്കിൽ പോലും ഫേസ് ഡിറ്റക്ഷൻ മാത്രമേ നമുക്ക് പക്കയായിട്ട് കിട്ടണുള്ളൂ. ബാക്കി എന്തെങ്കിലും ഒരു പ്രതിമയൊക്കെ ഞാൻ എടുത്ത് വെച്ച സമയത്ത് ഫോക്കസ് കറക്റ്റ് പിടിക്കാനില്ല. അങ്ങനെയൊക്കെയാണ്. ഇത്ര റെക്കോർഡ് ചെയ്തപ്പോൾ 15% നിന്ന് തിരിച്ച് 5% ആയിട്ടുണ്ട്. എന്തായാലും ചാർജ് താഴോട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇറങ്ങും. അതിന് ഏത് സ്മാർട്ട് ഫോൺ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇതും ഒരു 100 to 50 ആവാൻ ഇത്തിരി സമയമെടുക്കും. അത് കഴിഞ്ഞ് താഴോട്ട് ടപ്പന വരണുണ്ട്. പിന്നെ അതും ഐഫോൺ പോലെ തന്നെയാണ്. ഐഫോണ് 100 to 80 ആവാൻ നല്ല സമയമെടുക്കും. 80 to 0 ആവാൻ ടപ്പന പോകുന്നുണ്ട്. അപ്പം അതും ഇതും കൂടെ കമ്പയർ ചെയ്തതല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 30 രൂപയ്ക്ക് താഴെ 256 നിങ്ങൾക്ക്
കിട്ടുമെങ്കിൽ നിങ്ങൾ കണ്ണുടച്ചെടുത്തോ, കുഴപ്പമില്ല. ബട്ട് ഇതിൻ്റെ എക്സിനോസ് നിങ്ങൾ കൊന്നാലും എടുക്കല്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാംസങ് ഗാലക്സി S21 FE 5G സ്നാപ്ഡ്രാഗൻ്റെ വീഡിയോ. എന്തെങ്കിലും ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓവറോൾ ഡീറ്റെയിൽസ്, ഗെയിമിംഗ് പെർഫോമൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ, നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഫോൺ, നിങ്ങൾ എടുക്കാനിരിക്കുന്ന ഫോൺ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയോ ഫോൺസ് വല്ലതും വേണമെങ്കിൽ പറയൂ, നമുക്ക് ചെയ്യാം. 2024 എത്രത്തോളം ഉപകാരപ്രദമാവും നമുക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.